അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്ന സമയത്ത് പ്രവാചക പാരമ്പര്യം ഉള്ള അതവകാശപ്പെടുന്ന ആളുകൾ യഹൂദ ക്രൈസ്തവരാണ്. അവരിൽ അറേബ്യയിൽ, വിശിഷ്യ മദീനയിൽ കമ്മ്യൂണിറ്റി ആയിട്ട് നിലകൊണ്ടിരുന്നത് ജൂതരാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ അൽ ബഖറയിലെ 1-ാമത്തെ ജുസ് പരിശോധിക്കുമ്പോൾ പുതിയ ശരീഅത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ കമ്മ്യൂണിറ്റിയെ ദഅവത്ത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതോടൊപ്പം നേരത്തെയുള്ള ശരീഅത്ത് അത് റദ്ദ് ചെയ്യുകയും അതിലുള്ള ഒരുപാട് കടുത്ത നിയമങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് പുതിയ ശരീഅത്തിൽ നിയമം അവതരിപ്പിക്കുന്നതും നമുക്ക് സൂറ അൽ ബഖറയിൽ കാണാം. പക്ഷേ 1-ാമത്തെ ജുസിൽ അത്തരത്തിലുള്ള നിയമാവതരണം വരുന്നില്ല. 2-ാമത്തെ ജുസിൽ നമുക്കത് കാണാൻ കഴിയും. 1-ാമത്തെ ജുസിൽ ഇത് ആ കിതാബാണ്, ദാലിക്കൽ കിതാബ്, എന്നും അള്ളാഹു അവതരിപ്പിച്ചിരുന്ന അതേ കിതാബാണ് ഇനിയും പുനരവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ റൈബില്ല, നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വാസ്ഥ്യവും ഒരു പ്രയാസവും അത് സൃഷ്ടിക്കില്ല, നിങ്ങൾക്കൊരു കൺഫ്യൂഷനും അതുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അത് മുത്തഖീങ്ങൾക്കുള്ള ഹുദനാണ്, മാർഗമാണ് എന്നുള്ള വ്യക്തമാക്കിയിട്ടാണ് തുടങ്ങുന്നത്. പിന്നീട് മുനാഫിക്കീങ്ങളെക്കുറിച്ച് പറയുകയാണ്. മുനാഫിക്കീങ്ങളെന്ന് പറയുന്നത് യഹൂദരിൽപ്പെട്ട ആളുകളാണ്. വിശിഷ്യ 3 യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് അക്കാലത്ത് മുനാഫിക്കുകളായിട്ടുണ്ടായിരുന്നത്. അവർ വിശ്വാസികളെ കാണുമ്പോൾ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അവരുടെ ആളുകളുടെ അടുത്താകുമ്പോൾ പറയും ഞങ്ങൾ വെറുതെ അവരെ തമാശയൊക്കെയാണ്, ശരിക്ക് ഞങ്ങൾ അവരെ കൂടെ കൂടിയിട്ടില്ല എന്നവർ പറയും. അവരോട് മറ്റുള്ള ആളുകളൊക്കെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അനുമിനു കമ ആമന സുഫഹ, വിഡ്ഢികളായിട്ടുള്ള അറബികളൊക്കെ വിശ്വസിച്ച പോലെ ഞങ്ങളും വിശ്വസിക്കുകയോ. അപ്പോൾ അവർ പ്രവാചക പാരമ്പര്യം അവകാശപ്പെടുകയും എന്നാലൊരു പ്രത്യേക രീതിയിൽ അവരവരെ വിശ്വാസത്തെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്ത ഒരുപാട് നിഅമത്തുകളെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം അത് പറയുന്നതോടൊപ്പം അള്ളാഹു ഹിദായത്തിനെ കുറിച്ച് പറയുന്നു. ഹിദായത്തിൻ്റെ തുടക്കം, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. തോറയിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ ലീനിയറായിട്ട് ഉൽപ്പത്തി, ജനസിസ് തൊട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു വേണം. പക്ഷേ ഖുർആന് സൈക്ലിക്കായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു ഈ ആദമിൻ്റെ ഖിസ്സ 1-ാമത്തെ ജുസിൽ അതിൻ്റെ ഇടയിലായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു, ആദമിന് നാമങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഇസ്മ് ഒരാളെ പഠിപ്പിക്കുക, അയാളത് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഇസ്മ് തന്നെ അറിയൽ വലിയ കാര്യമാണ്. പക്ഷേ ആദമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇസ്മും പഠിപ്പിച്ചു. ഇതിനെക്കുറിച്ച് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അൽ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന എല്ലാ ഇസ്മും ഉൾക്കൊണ്ട ജാമി ആയിട്ടുള്ള ഇസ്മ ആദമിനെ പഠിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മും അള്ളാഹുവിനെ പഠിപ്പിച്ചു. എന്നാൽ അള്ളാഹു മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇസ്മുണ്ട്. ആ ഇസ്മ മലക്കുകൾക്ക് ആദമിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ആകാശഭൂമികൾ വെളിവാക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ ഞാനറിയും. അള്ളാഹു എല്ലാം അറിയും. അള്ളാഹുവിൻ്റെ മുഴുവൻ ഇസ്മും അള്ളാഹുവാണ് അറിയുന്നത്. ആകാശഭൂമികളിൽ പ്രകടമാകുന്ന ഇസ്മുകളുണ്ട്, പ്രകടമാകാത്ത ഇസ്മുകളുണ്ട്. ഓരോ സൃഷ്ടിയിലും പ്രകടമാകുന്നതുണ്ട്, പ്രകടമാകാത്തതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദമിന് അള്ളാഹു മുഴുവൻ ഇസ്മും പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നു. ആ കൽപ്പന മലക്കുകളോടാണ് പറയുന്നത്. മലക്കുകളോടുള്ള കൽപ്പന പൊതുവെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ബാധകമാണ്. അവരൊക്കെ സുജൂദ് ചെയ്യുകയും ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവന് നിഷേധിച്ചു, അവൻ വിസമ്മതിച്ചു. അങ്ങനെ അവന് കിബ്ർ നടിക്കുകയും കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്തു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഇണയെയും സ്വർഗത്തിൽ പാർപ്പിക്കുകയും അവിടുന്ന് അശ്ശൈത്താൻ അവരെ വഴിതെറ്റിച്ച് അവർ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്, അശ്ശൈത്താനും നിങ്ങളും ശത്രുക്കളാണ്. പലപ്പോഴും ഖുർആനിൽ ഷെയ്ത്താനിനെ അദുവുള്ള എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള ശത്രുത കൊണ്ടല്ല, അള്ളാഹു ഒരു ശത്രു എന്നുള്ള നിലക്ക് നിയോഗിച്ചത് കൊണ്ടാണ്. നിങ്ങൾ അതിനെ ഇത്തഖദൂഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം എന്നും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ തടയുന്ന, നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന പണിയുമായിട്ട് അവൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് തടയുന്ന ഒരാളായിട്ട് തന്നെ കണ്ടിട്ട് അവനെ ഓവർകം ചെയ്യാനുള്ള പരിശ്രമം നടത്തണമെന്നാണ് അള്ളാഹു പറയുന്നത്.
അള്ളാഹു പറയുന്നു, എപ്പോഴൊക്കെ എൻ്റെ സന്മാർഗം വന്നെത്തുമ്പോഴും അതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് ഭയമോ ആശങ്കയോ ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പം അള്ളാഹുവിൻ്റെ സന്മാർഗം ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു അത് നബിമാരിലൂടെ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടാകുന്നത്. ആ നിയോഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ജുസിൽ കണക്ട് ചെയ്യുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ടും ബന്ധപ്പെടുത്തിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു പലവിധ പരീക്ഷണങ്ങൾ നൽകുകയും അവസാനം അദ്ദേഹം എല്ലാം തരണം ചെയ്ത് മൊത്തം ജനങ്ങൾക്ക് ഇമാമായി നിയോഗിതനാകുകയും ചെയ്യാണ്. ഇന്നി ജായിലുക ലിന്നാസി ഇമാമ എന്ന് പറയുന്നുണ്ട്. ആദ്യം ആദമിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലൊരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണെന്ന് മലക്കുകളോട് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയിൽ നിയോഗിതനായ അള്ളാഹുവിൻ്റെ ഖലീഫയുടെ പിന്തുടർച്ചക്കാരായിട്ട് വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു എല്ലാ ജനങ്ങൾക്കും ഇമാമാക്കി. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, അമിൻ ദുരിയത്തി, എൻ്റെ കുടുംബത്തിലും അത് വേണേ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ലാ യനാലു അഹദിൽ ലാലിമിൻ, എൻ്റെ കരാറ് നിൻ്റെ കുടുംബത്തിലെ അക്രമികൾക്ക് ബാധകമല്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൽ ഇസ്മായിൽ, ഇസ്ഹാക്ക് 2 ദമ്പതിമാരിൽ ഇസ്ഹാക്കിൻ്റെ പരമ്പരയിലാണ് എല്ലാ നബിമാരും വന്നിട്ടുള്ളത്. ഇസ്മായിലിൻ്റെ പരമ്പരയിൽ വരുന്ന ആദ്യത്തെ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അതേ പരമ്പരയിൽ തന്നെ നിയോഗിതനായ നബിയാണ് ഈ നബിയെന്നും ഈ നബിയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു എന്നും ഒന്നാമത്തെ ജുസ് കാണാൻ കഴിയും. അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിയുന്ന സമയത്ത് ദുആ ചെയ്തു, റബ്ബന വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ, അവരിലൊരു ദൂതനെ അയക്കണേ, അവർക്ക് നിൻ്റെ ആയത്തുകൾ തിലാവത്ത് ചെയ്യുകയും അവർക്ക് കിതാബ് പഠിപ്പിക്കുകയും ഹിക്മത്ത് പഠിപ്പിക്കുകയും അവരെ തസ്കിയത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു നബി അവരിൽ നിന്ന് നിയോഗിക്കപ്പെടണേ, അവരിൽ അയക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഈ പ്രാർത്ഥനയുടെ കൂടെ ഉത്തരമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നത് എന്നും ഈ നബിയെ പിൻപറ്റലാണ് സന്മാർഗമെന്നും യഹൂദരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഒന്നാമത്തെ ജുസിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. യഹൂദരോട് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരുപാട് നിഅമത്തുകളെ എണ്ണി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടും നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, ആകാശഭൂമികളിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു തന്നു എന്ന് പറയുന്നു. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ മറ്റ് പലരെയും കണക്കാക്കി എന്ന ധ്വനിയുള്ള രീതിയിലുള്ള സംഭാഷണം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നബിമാരോടുള്ള അവരുടെ സമീപനത്തിലും അള്ളാഹു അവരെ നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. നബിമാരിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയും, പക്ഷേ അവർ നബിമാർ പറയുന്നൊന്നും ചെവികൊള്ളുകയോ അവരെ പിൻപറ്റുകയോ ചെയ്യുന്നില്ല പല സമയത്തും. അതുപോലെ ആഖിറത്തിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അള്ളാഹു പറയുന്നുണ്ട്, ആഖിറത്തിൽ വിശ്വാസം അവർക്ക് തീരെ ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ബനു ഇസ്രായേലുകാരെക്കുറിച്ച് ഇത്ര അധികം തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം, ലതത്തബിഉന്ന സനന മൻ ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, നിങ്ങളെ മുൻകഴിഞ്ഞ ആളുകളെ നിങ്ങൾ ചാണിന് ചാണും മുഴത്തിന് മുഴവുമായിട്ട് പിൻപറ്റും. ഹത്താ ലൗ സലക്കു ജുഹറ ലബ്ബിൻ ലസലക്തുമുഹു, ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ അവർ കയറിക്കഴിഞ്ഞാൽ നിങ്ങളും കയറും എന്ന് റസൂൽ പറയുന്നു. സ്വഹാബികൾ ചോദിച്ചു, യഹൂദരും നസാറാക്കളുമാണോ താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, അല്ലാതെ വേറെ ആരാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മതപരമായിട്ടും ധാർമ്മികമായിട്ടും അതുപോലെ സാമുദായികമായിട്ടും ഒക്കെ ഒരുപാട് അധപ്പതനം ചരിത്രത്തിൽ സംഭവിച്ച 2 മുൻകഴിഞ്ഞ കമ്മ്യൂണിറ്റിയാണ്, ജനതയാണവർ. അതേ വഴിയിൽ പോവുകയാണെങ്കിൽ, അവരെ പിൻപറ്റി പോവുകയാണെങ്കിൽ അധപ്പതനത്തിൻ്റെ മാർഗത്തിൽ നിങ്ങളും ലലാലത്തിൻ്റെ മാർഗത്തിലേക്ക് അകപ്പെടും എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറ ഫാത്തിഹയിൽ വലല്ലാലീൻ, ലാലീങ്ങളുടെ മാർഗമല്ല എന്നും ഗൈരിൽ മഗ്ലൂബി അലൈഹിം, മഗ്ലൂബ് അലൈഹിൻ്റെ മാർഗമല്ല എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ലാലീങ്ങൾ വഴിതെറ്റിപ്പോയവരായിട്ട് ക്രൈസ്തവരെയും അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചവരായിട്ട് യഹൂദരെയുമാണ് പൊതുവെ മുഫസ്സിറുകൾ പറയാറുള്ളത്. അതുകൊണ്ട് ആ മാർഗമല്ല എന്നും യഥാർത്ഥത്തിലുള്ള മാർഗം അള്ളാഹുവിൽ നിന്ന് എപ്പോഴൊക്കെ ഹിദായത്ത് കിട്ടുമ്പോഴും അതിനെ പിൻപറ്റുന്ന മാർഗമാണ് എന്നും ആദ്യ ജുസിൽ തന്നെ അള്ളാഹു സ്ഥാപിക്കുന്നത് കാണാം. രണ്ടാമത്തെ ജുസിൽ ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അടുത്ത ഭാഗത്ത് ഞാൻ അക്കാര്യം വിശദീകരിക്കാം. വാഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.